ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് വെറൈറ്റി ആയിട്ടൊരു സാധനം കൊണ്ടാണ് കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മളിപ്പം വെയിലത്തോ അല്ലെങ്കിൽ കുറേ നേരം ട്രാവലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് വല്ലാണ്ട് ഡള്ളായി പോവും. പിന്നെ നമ്മുടെ ഫേസ് അങ്ങനെ ഒത്തിരി ശ്രദ്ധിക്കാതെ കഴിഞ്ഞാൽ ടാൻ ആയിട്ടും അതുപോലെ പിന്നെ ഈ കാരയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ബ്ലാക്ക് ഡെഡ് മാർക്ക് ഒക്കെ ആയിട്ട് വരും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴായിരിക്കും പിന്നെ ബ്യൂട്ടി പാർലറിലോ അവിടെ ഇവിടെയൊക്കെ പോകുന്നത്. അപ്പം ഇപ്പം അവിടെ പോയാലും ഫേഷ്യലോ അല്ലെങ്കിൽ ഫേസ് ട്രീറ്റ്മെന്റ് ഒക്കെ നടത്തി കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി പൈസ ആവുകയും ചെയ്യും. എന്നാൽ ഒരു 2-3 അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒത്തിരി ലോങ് ലാസ്റ്റ് ആയിട്ടുള്ള ചെയ്ത് കഴിഞ്ഞാലും കുറെ കഴിയുമ്പോൾ അതൊക്കെ നമുക്ക് നഷ്ടമാകും, ഫേസിൽ നിന്നുള്ള ആ ഒരു ഗ്ലോ ഒക്കെ. അപ്പം നമുക്ക് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ. അതാകുമ്പം കുറച്ച് പൈസയും മതി, നമുക്ക് വേണമെന്ന് തോന്നുമ്പോഴൊക്കെ നമുക്ക് ചെയ്യുകയും ചെയ്യാം. നമ്മുടെ ഫേസിനോ ഹെൽത്തിനോ ഒന്നും ഒരു ഇഷ്യൂസും ഉണ്ടാവുകയില്ല. അപ്പൊ നമുക്ക് എങ്ങനെയാ ഒന്ന് നോക്കാം എങ്ങനെയാന്ന്. വായോ. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അധികം ഒന്നും വേണ്ട, നമ്മുടെ എല്ലാം വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. ഒരു കുഞ്ഞുരുളക്കിഴങ്ങ്, ഒരു ചെറിയ കഷ്ണം ബീറ്റ്റൂട്ട്, കുറച്ച് തക്കാളി, പിന്നെ നമ്മുടെ ആലുവേര. എനിക്കിവിടെ ആലുവേര ഉള്ളതുകൊണ്ട് ഞാൻ ആലുവേരയുടെ ഇത് തന്നെ ഫ്രഷ് തന്നെ ഇങ്ങനെ എടുത്തേക്കുവാണേ. ഇനി ഇതില്ലാത്തവരാണെങ്കിൽ നമുക്ക് ആലുവേര ജെൽ എടുത്താലും മതി. പിന്നെ നമ്മുടെ ഈ ടൊമാറ്റോയും പൊട്ടറ്റോയും ഒക്കെ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ നൽകുന്നതും ഫേസിലെ ആ ഡെഡ് സെൽസിനെയൊക്കെ ഇല്ലാതാക്കുകയും ചെയ്യാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കുറച്ച് മിൽക്കും ഹണിയും കൂടി ആഡ് ചെയ്ത് നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തോണ്ട് വരാം. നമ്മൾ മിക്സിയുടെ ജാർ എടുക്കുമ്പം നന്നായിട്ട് കഴുകിയിട്ട് എടുക്കാവുള്ളൂ. എന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുന്ന ജാറാണെങ്കിൽ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ എരിവിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നീരാവുന്ന നന്നായിട്ട് മിക്സിയുടെ ജാറ് നന്നായിട്ട് കഴുകിയിട്ട് എടുക്കാവുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ഓരോ ഇൻഗ്രീഡിയൻസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ ഫേസ് പാക്ക് ഉണ്ടല്ലോ, ലേഡീസിന് മാത്രമല്ല കേട്ടോ, ജെൻസിന് യൂസ് ചെയ്യാം. അവരുടെ ആണെങ്കിലും സ്കിന്ന് നല്ല ഗ്ലോ ആകാനും അവരുടെ ഡെഡ് സെൽസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ചെറിയ ഈ വെയിലത്തോടെയൊക്കെ നടക്കുന്നവരാകുമ്പോൾ ഫേസ് ഡാർക്ക് ആകുമല്ലേ, അതൊക്കെ മാറാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. നമുക്ക് ഇതിനകത്തേക്ക് അധികം വെള്ളത്തിന്റെ ആവശ്യം വരുന്നില്ല. വെച്ചാൽ നമുക്ക് ഈ ഇട്ടേക്കുന്ന സാധനങ്ങളെല്ലാം നല്ല വാട്ടർ കണ്ടന്റ് ഉള്ളതാണ്. അപ്പോൾ അരിഞ്ഞ് നമുക്ക് ഈ ആലുവേരയുടെ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ. അവിടെ അധികം വെള്ളത്തിന്റെ ഒന്നും ആവശ്യം വരുന്നില്ല. പിന്നെ ഹണിയും ഒരു കുറച്ച് മതി. ഹണി നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ കൊടുക്കാനും നമ്മുടെ സ്മൂത്തനിങ് കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് മതി കേട്ടോ, അത് ഒത്തിരി ഒന്നും വേണ്ട. പിന്നെ കുറച്ച് പാൽ, വളരെ കുറച്ച് മതി. നമ്മുടെ വീട്ടിലുള്ള എല്ലാം വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് വേണമെങ്കിൽ മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ആഡ് ചെയ്യാം. അത് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ സ്കിന്നിന് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് നമുക്കൊന്ന് കിട്ടും. നല്ല ഫംഗ്ഷൻ, വല്ല വെഡിങ് ഫംഗ്ഷനൊക്കെ പോവുകയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒരു നുള്ളു മഞ്ഞളും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഞാനിപ്പോൾ ഒരു നുള്ളു മഞ്ഞളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾ പൊടി ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്നൊന്നും യൂസ് ചെയ്തേക്കല്ലേ. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ കെമിക്കൽ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഫേസിനെ അഫക്റ്റ് ചെയ്യും. അപ്പം നമുക്കിനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മളിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ബൗളിലേക്ക് മാറ്റാം. ഇത് നമുക്ക് 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ നന്നായിട്ട് അടപ്പുള്ള പാത്രത്തിനകത്ത് നന്നായിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ. അധികം വെക്കാൻ പറ്റത്തില്ല, ഒരു 3-4 ദിവസമൊക്കെ നമുക്ക് വെക്കാൻ പറ്റും. നമ്മുടെ ഈ ബീറ്റ്റൂട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് ഫേസിന് ഒരു റെഡ്നിഷ് കളറും കൊടുക്കാൻ കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പം നമുക്കിനി ഇത് ഫേസിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പം നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഫേസ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ ഫേസിൽ അപ്ലൈ ചെയ്യാവുള്ളൂ. നമുക്കിനി ഇത് കുറേശ്ശെ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം. എപ്പോഴും നമ്മൾ കവിളിൽ അപ്ലൈ ചെയ്യുമ്പം ഇങ്ങനെ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യാവുള്ളേ, പുറമേ അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഇങ്ങോട്ട് അകത്തേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യാവുള്ളൂ കേട്ടോ. നമുക്ക് നന്നായിട്ട് ഫേസിലെല്ലായിടത്തും കവർ ചെയ്ത് കൊടുക്കാം. നമുക്ക് തന്നെ നമ്മുടെ ഫേസിൽ മാത്രമല്ല നമ്മുടെ നെക്കിലും കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലൊരു ഫേസ് പാക്ക് ആയത് നമ്മുടെ ഫേഷ്യലൊക്കെ ചെയ്യുന്നവർക്ക് തന്നെ നമുക്ക് സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടും.
കഴുകി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം കേട്ടോ ആ ഒരു മാറ്റം എന്താണെന്നുള്ളത് നമ്മുടെ ഫേസിന്റെ. നമുക്കൊരു 10-15 മിനിറ്റ് ഒന്ന് വെച്ചാൽ മതി. ജസ്റ്റ് ഇതൊന്ന് ഈ വെള്ളം വലിഞ്ഞ് നന്നായിട്ടൊന്ന് ഡ്രൈ ആകുന്നത് വരെ. നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാവേ ഇങ്ങനെയാണല്ലോ കേട്ടോ. ഇത് ഗൈസ് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഇപ്പം ഫേസ് നമ്മൾ അപ്ലൈ ചെയ്തിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഗൈസ് കണ്ടല്ലോ, ആഫ്റ്റർ വാഷ് എൻ്റെ ഫേസ് നല്ല വൈറ്റനിങ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല ഫേസിന് നല്ല ഗ്ലോയും, നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്ത് നമുക്ക് തന്നെ നല്ല ഗ്ലോ കിട്ടിയിട്ടുണ്ട്. പിന്നെ ആ ഒരു ബ്ലാക്ക് മാർക്കൊക്കെ ഉണ്ടായിരുന്നെല്ലാം മാറി, ഡെഡ് സെൽസ് ഒക്കെ പോയി, എൻ്റെ ഫേസ് നല്ല ക്ലിയർ ആയിട്ടുണ്ടാവും. നമുക്ക് തന്നെ നല്ല സ്മൂത്തും ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പല ഫങ്ഷൻസിനൊക്കെ പോകുമ്പോൾ തലേദിവസമോ അല്ലെ പോകുന്നതിന് മുമ്പായിട്ടൊക്കെയോ ഇങ്ങനെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ട് നല്ല ചിന്നായിട്ടിരിക്കും. അപ്പം നമ്മൾ വേറെ ഫൗണ്ടേഷൻസോ ഒന്നും യൂസ് ചെയ്യേണ്ടി വരത്തില്ല. ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു പൗഡർ അല്ലെങ്കിൽ ഒരു സൺക്രീമൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആകും. അപ്പം എൻ്റെ കൂട്ടുകാരെല്ലാവരും മിസ് ചെയ്യാതെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ടൊന്ന് പറയണം കേട്ടോ എങ്ങനെയുണ്ടെന്ന്. അപ്പം ഈ ഒരു പുതിയ വീഡിയോ കാണുന്നതിന് ബൈ.